ഇതെന്നുള്ള മൊബൈല് ഇത് പഴയ മൊബൈലാ. ഇതാകെ 2 കാര്യത്തിനെ പറ്റുക. ഒന്ന് ഫോൺ ചെയ്യാനും പറ്റും, ഒന്ന് നായ്ക്കൾ പിന്നാലെ കൂടെ എറിയാനും പറ്റും. 75 റിയാലാ, പോയാലും ഒന്നും തോന്നൂല നമുക്ക്, അല്ലേ? നേരെ മറിച്ച് നമ്മളൊക്കെ കുട്ടികളെ കയ്യിലുള്ള മൊബൈൽ നോക്കുകയാണ് നിങ്ങൾ. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ച കുട്ടിയുടെ മൊബൈല് ഓനക്കോട്ടിലും വലിപ്പമുണ്ട് മൊബൈല്. ആരാ ഓനെ വിളിക്കല്? ആരും വിളിക്കല്ല. ഓനിങ്ങനെ ഒച്ചയേക്കാൻ പൂതിയാവുമ്പോ ആ റിംഗ് ടോൺ എടുത്തുകൊണ്ട് വെറുതെ ഇങ്ങനെ നെക്കി വെക്കും. അല്ലാതെ ഓന്റെ ഫോൺ എടുക്കാരും വിളിച്ചല്ല. ഞമ്മക്കും അറിയാം ഓൻ ആരും വിളിക്കല്ല എന്നല്ലേ. പിന്നെ എന്തിനാ പോന് ഫോണ്? അത് വലിയ വലിയ ഫോണാ, എത്ര GB ആണ് നമ്മക്ക് തന്നെ അറിയില്ല, വലിയ ഫോണാ. എന്നിട്ടോ എല്ലാ തോന്നിയാസയിലുണ്ട്, നമ്മക്ക് തന്നെ അറിയാം, എല്ലാ വൃത്തിയോടും അതിലുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്തിനാ കാക്ക അതൊക്കെ ഇവിടെ വാങ്ങിക്കൊടുത്തേ? അപ്പൊ കാക്ക പറയും, മനെ തന്നെ ഏത് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഓന്റെ ഒപ്പം വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഓനെ സ്വർഗത്ത് നിന്ന് അകറ്റി. മൊബൈല് മാത്രല്ല, ബാപ്പാന്റെ തുണി ഉണ്ട് നിങ്ങൾ, ബാപ്പാന്റെ തുണി നെരിയാണിന്റെ ഒരു ചാണ് മേലെയാ. എന്തേത് തിരുമ്പിയിട്ട് ചുരുങ്ങി ആയതാ? അങ്ങനെ അല്ല, ചോദിച്ചു നോക്കണ്ടി. ബാപ്പ ചിരുട്ടി തുറ്റി ഇട്ട എന്താ നിങ്ങള് നെരിയാണിന്റെ താഴേക്ക് താന്നാ നരകത്തിലിടും എത്ര പഠിച്ചോ. മകന്റെ പാന്റോ ആനക്കാലുമായിരിക്കും നിലത്ത് കൂടിയാണ്. ആരാണ് ഈ മകൻ ഈ പാന്റ് വാങ്ങിക്കൊടുത്ത്? ഇസ്രായേൽ വാങ്ങിക്കൊടുത്ത, നമ്മളെ ശത്രു. അമേരിക്കക്കാരൻ വാങ്ങിക്കൊടുത്ത ആരാ? നമ്മൾ വാങ്ങിക്കൊടുത്ത കീശിന്ന് പൈസ എടുത്ത് കണ്ട്. പിന്നെ തീർന്നില്ല. നിങ്ങൾ പോരിന്റെ പെരേക്ക് പോരി. ഔ പെരീത്തെ TV എത്രയോ വലിപ്പം തന്നെ, നിങ്ങൾ ഭയങ്കര TV. എന്നിട്ടോ പണ്ട് ഡിഷിന് ചാനൽ കമ്മിയായപ്പോ കേബിളാക്കി. ഇപ്പൊ ഇങ്ങനെ മറ്റേ ബോക്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്താ നിങ്ങള് പള്ളിക്കലെ വരിസംഖ്യ, പള്ളിയിലെ വരിസംഖ്യ ഒരിക്കൽ സെക്രട്ടറി പറയാം, നിങ്ങളെ വരിസംഖ്യ കൂട്ടിയിരിക്കുന്നു, ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ തികയുന്നില്ല, അതുകൊണ്ട് വരിസംഖ്യ കൂട്ടിയിരിക്കുന്നു. എത്ര കൂട്ടിയേ? 10 റുപ്യാണ് കുറെ കാലമായിട്ട്, അത് 15 ആക്കിയിരിക്കുന്നതാണ്. സെക്രട്ടറിന്റെ കൊല്ലിക്കിന് കുറിച്ച് ഇതെന്താ എന്റെ ബാങ്കിൽ എന്താ റിസർവ് ബാങ്കിന്റെ ബ്രാഞ്ചറ്റ് ഉണ്ടോ എന്റെ പേരിൽ? 5 റുപ്യ ഒന്നായിട്ട് കൂട്ടാന് ആകെ കച്ചറ. അവസാനം 12 റുപ്യക്ക് മദ്യം പറഞ്ഞു കണ്ട മൂപ്പര് ഇറങ്ങിയേ. അങ്ങനെ പെരീക്ക് വന്നപ്പോണ്ട് ഇങ്ങനെ ഗേറ്റിങ്ങനെ തന്നെ ജമ്പനും തുമ്പനും നിൽക്കണമാർക്ക് മോട്ടോർ സൈക്കിൾ പറഞ്ഞ് 2 എന്താ നിങ്ങള് കേബിളിന്റെ പിരിച്ചാൻ വന്ന ആൾക്കാരാ. അപ്പൊ കാക്കേ പിന്നെ ഇപ്രാവശ്യം മുതലേ 2-3 ചാനൽ നമ്മൾ പുതിയതായി കൊടുന്നിക്കണ്. പുതിയ, അതുകൊണ്ട് പൈസ കുറച്ച് കൂടിയിക്കണ്. എത്ര? 50 റുപ്യ കൂടിയിക്കണ്. അപ്പൊ എന്താ കാക്കാന്റെ മറുപടി? നിങ്ങള് സംഗതി കൂടിക്കോട്ടെ, പൈസ കൂടിയ പ്രശ്നമല്ല, നിങ്ങൾ ചോദിച്ചാൽ തരും. പക്ഷെ ചാനൽ ക്ലിയർ ആവണം. എങ്ങനെ? ഒരു നൂലിന്റെ തടസ്സം കൂടി ഉണ്ടാകരുത്, ക്ലിയർ ആവണം ചാനല്. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങി പള്ളിന്റെ ചേറ്റെടുമെന്ന് വലിയത് പറയും. ഞാൻ ആ സാധനത്തെ നമുക്ക് നോക്കല്ല കേട്ടോ, കുട്ടികളും പെണ്ണുങ്ങളും അതിന്റെ മുമ്പ് തന്നെയാണ്. അയാളൊക്കെ ഒറ്റടിക്കുക, ചേറ്റെടുമെന്ന് നിലത്തുകൊണ്ട് അടിച്ചണം. എന്താ കാരണങ്ങള്? മൂപ്പരിങ്ങനെ സംസം കുടിച്ച് പുറത്ത് കുത്തിരിക്കുക, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വിഷം കലക്കി കൊടുത്തേക്കുക. അത് നമ്മളിങ്ങനെ പള്ളിക്കലൊക്കെ വന്ന് ഖുർആൻ ക്ലാസ്സൊക്കെ കേട്ടുങ്ങാണ്ട് ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക. പെരയിൽ പെണ്ണുങ്ങളും കുട്ടികളും കരയാ. എന്താ നിങ്ങൾ സീരിയല് കുട്ടിനെയും കൊണ്ട് മറ്റോ കൊല്ലാൻ വേണ്ടി റൂമൊക്കെ കയറിയപ്പോ കറണ്ട് പോയി. പടച്ചോനെ, നാളെ കറണ്ട് വന്നാലും അറിയുള്ളൂ എന്താ ആവുക. ഓലും കരയാ. നമ്മളിവിടെ പരലോകത്തെ ഓർത്ത് കരയാ, ഓല് നരകത്ത് പോകാൻ വേണ്ടി കരയാ. ആരാ ഓൽക്കാൻ നരകം ഉണ്ടാക്കി കൊടുത്തേ? നമ്മളെന്നെ. നിങ്ങൾക്കറിയോ നബി പറയണേ, 3 വിഭാഗം ആൾക്കാരെ നാളെ പരലോകത്ത് പടച്ചോ നോക്കുന്നല്ലാന്നാ. അള്ളാഹ്ക്ക് അറപ്പാണ് ഓലെ കാണണേ. അപ്പൊ ആരാണ് ഈ 3 ചോദിച്ചപ്പോ നബി പറഞ്ഞു കൊടുത്തു. അതിലൊന്ന് ആരാരങ്ങള്? സ്വന്തം കുടുംബത്തിൽ തോന്യാസം ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ച കുടുംബനാഥൻ. സ്വന്തം കുടുംബത്തിൽ തോന്യാസം ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ച കുടുംബനാഥൻ. സ്വന്തം കുടുംബത്തിലുള്ള ഒരു വൃത്തികെട്ടവരാകാൻ വേണ്ടി പണിയെടുത്ത കുടുംബനാഥൻ. നിങ്ങൾ ആലോചിച്ച കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമോ? നമ്മളൊക്കെ ഗൾഫിൽ അധ്വാനിച്ച് രക്തം വേർത്താക്കി അയച്ചു കൊടുത്ത പൈസ കൊണ്ട് നമ്മളെ കുടുംബം സ്വർഗത്തുക പോണേ നരകത്തുക പോണേ? നമ്മളൊക്കെ TV-യിൽ ഏതെങ്കിലും ഒരു പ്രാസംഗികന്റെ CD ഇട്ടുകണ്ട് നമ്മളെ കുടുംബം ഒറ്റക്ക് CD തീരുന്നവരെ കണ്ട ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര മണിക്കൂർ അവരൊക്കെ TV-യുടെ മുമ്പിൽ ഇരുന്ന് എന്താ കണ്ട്? നമ്മളൊക്കെ കുട്ടികളുടെ ഡ്രസ്സിന്റെ അവസ്ഥ എന്താ? ആരോ പറഞ്ഞു ഭയങ്കര കൊതുക് ശല്യം, അവൻ ഒരു കൊതുക് വല വാങ്ങിക്കോ പറഞ്ഞു. കൊതുക് വല കിട്ടാനില്ലായിരുന്നു. അപ്പൊ എന്തേ കൊതുക് വലന്റെ കമ്പനിയൊക്കെ പൂട്ടിപ്പോയതല്ല. ഇപ്പൊ ഉണ്ടാക്കണ കൊതുക് വലയൊക്കെ പെൺകുട്ടിയൊക്കെ കുപ്പായ അടിച്ചാൽ പോവുകയാണോരോ. ഇപ്പൊ പെൺകുട്ടികളെ കുപ്പായം കൊതുക് വല ഉണ്ടാ. അത് കണ്ടില്ലേ? ഒരു 4-5 കൊല്ലം കൂടിയൊക്കെ ജീവിക്കാൻ പടച്ചോ ആയുസ് നിർത്തിയിട്ടാണെങ്കിലേ സാക്ഷാൽ ബേപ്പൂരിലെ മീൻ പിടിക്കണ ബലമുണ്ട് നമ്മളെ കുട്ടികൾ കുപ്പായിടും. നമ്മൾ വാങ്ങിക്കൊടുക്കും. എന്നൊക്കെ അറിയാം റസൂല് പറഞ്ഞത്, അന്യ പുരുഷന്മാരുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക വിധം വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അന്യരുടെ വികാരത്തെ വിളിച്ചുണർത്തുന്ന രൂപത്തിൽ ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയെ പോലെയാണ്. ആരാ പറഞ്ഞേ? ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാഹ്. നമ്മുടെ മക്കളെയും പെണ്ണുങ്ങളൊക്കെ എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിടല്? ഏത് കോലത്തിലവൾ ഇറങ്ങിപ്പോണേ അല്ലേ? കണ്ണുകൊണ്ട് ഒരു പെണ്ണിനെ വികാരത്തോടു കൂടി നോക്കല് കണ്ണിന്റെ വ്യഭിചാരത്ര. ഞാനൊരു പെണ്ണിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ അളന്ന് നോക്കലേ കണ്ണിന്റെ വ്യഭിചാരാണെന്നാ. അങ്ങനെ മറ്റുള്ളവനെ വ്യഭിചരിക്കാൻ വേണ്ടി നമ്മളെ പെണ്ണുങ്ങളെ നിർത്തി കൊടുക്കണം. നമ്മക്ക് മലയാളത്തിലൊരു പേരുണ്ട്, അത് പറയാൻ ഈ സ്ഥാപനത്തിന്റെ മഹത്വം തന്നെ അനുവദിക്കണില്ല.
അല്ലേ? മറ്റവനെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കി നിർത്തി കൊടുക്കുക. സഹോദരൻ, നമ്മളെ ഭാര്യ, അവളുടെ സൗന്ദര്യം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാ. അത് മറ്റൊരുത്തന് വ്യഭിചരിക്കാനുള്ളതോ അവൻ ആസ്വദിക്കാനോ അല്ല, അത് നമുക്കുള്ളതാണ്. അത് ചില ആൾക്കാർക്ക് സമാവന് പെണ്ണ് കെട്ടി, കുറേ തെരഞ്ഞ കെട്ടിയ പോലെ സംശയം, എന്റെ പെണ്ണുങ്ങൾ ചൊറുക്കില്ലേ? പിന്നെ ഓന് സമാധാനം എപ്പോഴാണ് നിങ്ങൾ 4-5 ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓളങ്ങളെ നോക്കി ഇങ്ങനെ കമന്റ് അടിക്കുന്നു. എപ്പോഴും അത്ര മോശമൊന്നല്ല, ഓര് 4 നോക്കിയാലോ ഓന് സമാധാനമായി. ഈ ജാതി വൃത്തികെട്ട ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ നമ്മളെ കുടുംബമൊക്കെ നാളെ പരലോകത്ത് കഷ്ടേക്കാരോ.